നമ്മൾ ഇന്ന് നോക്കുന്നത് അനാലിസിസ് ഓഫ് ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞ പോർഷനാണ്. ഓക്കെ, ഇത്രകാലം നമ്മൾ ചിപ്പിന്റെ ഫോർമേഷൻ, എങ്ങനെയൊക്കെയാണ് ഒരു മെറ്റൽ കട്ടിങ്ങിൽ എന്തൊക്കെ മെക്കാനിസംസ് ആണ് വരുന്നത്, ഏതൊക്കെ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസസ്, അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മൾ നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗണൽ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ അനാലിസിസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓർത്തോഗണൽ കട്ടിങ്ങിനെ പറ്റിയിട്ടാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലമാറ്റിക് രീതി, അതിൻ്റെ അനാലിസിസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയാം. സോ എന്തായിരുന്നു ഓർത്തോഗണൽ കട്ടിങ്? ഓർത്തോഗണൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നല്ലോ? വാട്ട് യു മീൻ ബൈ ഓർത്തോഗണൽ കട്ടിങ്? ഓർത്തോഗണൽ അതായത് വർക്ക് പീസിന് കട്ടിങ് എഡ്ജ് ഓഫ് ദ ടൂൾ നോർമലായിട്ട്, അതായത് നമുക്ക് ടൂളിന് കട്ടിങ് എഡ്ജ് ഉണ്ടെങ്കിൽ കട്ടിങ് എഡ്ജ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഫീഡ് എന്ന് പറയും. അങ്ങനെ വരുന്ന കട്ടിങ്ങിനെയാണ്, അതായത് 90 ഡിഗ്രിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർത്തോഗണൽ കട്ടിങ് എന്ന് വിളിക്കുന്നത്. അതായത് കട്ടിങ് എഡ്ജ്, ടൂളിന്റെ കട്ടിങ് എഡ്ജും നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ ഓഫ് ഫീഡും തമ്മിൽ ഡിഗ്രി 90 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഓർത്തോഗണൽ കട്ടിങ് എന്ന് വിളിക്കും. സോ എന്തൊക്കെയാണ് ഈ അനാലിസിസ്, ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ അനാലിസിസിലേക്ക് പോകുമ്പോൾ ദർ ആർ സെവറൽ അസംഷൻസ്. എന്തൊക്കെയാണ് അസംഷൻസ്? ഒരു 9 അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് ഒക്കെ ഇതുപോലെ പഠിക്കാൻ വരണം. ഓക്കെ, എല്ലാവർക്കും ഈ അസംഷൻസ് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഓർത്തോഗണൽ കട്ടിങ്ങിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അസംഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ദ ഫസ്റ്റ് അസംഷൻ ഈസ് ദ ടൂൾ ഈസ് പെർഫെക്റ്റ്ലി ഷാർപ്പ് ആൻഡ് ഹാസ് നോ കോണ്ടാക്ട് അലോങ് ദ ക്ലിയറൻസ് ഫേസ്. ടൂൾ ഈസ് പെർഫെക്റ്റ്ലി ഷാർപ്പ്. നമ്മുടെ ടൂള്, അതായത് സെലക്ട് ചെയ്യുന്ന ടൂള് ഷാർപ്പാണെന്നും ഒരു കോണ്ടാക്റ്റും, അതായത് വർക്ക് പീസും ടൂളും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്ന് ആണ് നമ്മുടെ ഫസ്റ്റ് അസംഷൻ. അതായത് ആ ഒരു പർട്ടിക്കുലർ കട്ടിങ് എഡ്ജ് അല്ലാതെ ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ, അതായത് ക്ലിയറൻസ് ഫേസ് എന്ന് പറഞ്ഞ സാധനത്തിൽ അവിടെ വേറൊരു കോണ്ടാക്റ്റും ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. ഓക്കെ അല്ലേ? ദ സെക്കൻഡ് വൺ ഈസ് സർഫേസ് വേർ ഷിയറിംഗ് ഒക്കർ ഈസ് എ പ്ലെയിൻ. ഓക്കെ, അതായത് എവിടെയാണ് ഷിയറിംഗ് സംഭവിക്കുന്നത്? ടൂളും വർക്ക് പീസും തമ്മിലൊരു കോണ്ടാക്ട് വരുന്ന ആ ചെറിയ ഒരു ടിപ്പിന്റെ ആ ഒരു പോയിന്റിലാണ് ഷിയറിംഗ് സംഭവിക്കുന്നത്, അല്ലെ? ആ ഷിയറിംഗ് സംഭവിക്കുമ്പോൾ എലോങ് ഏത് പ്ലെയിനിലാണ് സംഭവിക്കുന്നത്? ഷിയർ പ്ലെയിനിലാണ് സംഭവിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഷിയറിംഗ് ഒക്കേഴ്സ് അലോങ് ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പം അതാ പറയുന്നത്, നമ്മൾ ഷിയറിംഗ് സംഭവിക്കുന്നത് ഒരു പ്ലെയിനിലാണ്. സർഫേസ് വേർ ഷിയറിംഗ് ഒക്കറിംഗ് ഇസ് എ പ്ലെയിൻ. അതാണ് നമ്മുടെ സെക്കൻഡ് അസംഷൻ. The third one is cutting edge is a straight line extending perpendicular to the direction of motion. ഓക്കെ, ഇത് ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ ഭാഗമാണ്, അല്ലെ? ഓർത്തോഗണൽ കട്ടിങ് ആകുമ്പോൾ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഡയറക്ഷൻ ഓഫ് ഫീഡിന്റെ ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡിങ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ.
കോള് കിട്ടായ ഞാൻ വിചാരിച്ച എന്റെ റേഞ്ച് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചേ ഞാൻ ഇങ്ങനെ നോക്കുന്ന റേഞ്ച് പോയില്ലല്ലോ. പിന്നെ ഹോട്ട്സ്പോട്ട് ഒക്കെ നോക്കുമ്പോ അതിൽ ഞാൻ അതന്നെ ആയിരിക്കും. ഹലോ ഹലോ സാർ ഹലോ 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 സാർ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ സാർ ഹലോ 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 സാർ ഹലോ സാർ ഹലോ കേൾക്കുന്നുണ്ട്. അതിന് സാറ് കേക്കണ്ടേ? ഹലോ ഹലോ സാർ കേൾക്കുന്നുണ്ട്. ഹലോ കേൾക്കുന്നുണ്ട്. ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ ആ സാർ കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്. സാറിന് കേൾക്കുന്നുണ്ടോ? ഓക്കെ കണക്ഷൻ പോയതാ റെഡി. ഓക്കെ, ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ 3 അസംഷൻസ് ഞാൻ പറഞ്ഞു, എല്ലാവരും കേട്ടിട്ടില്ലേ? ആദ്യത്തെ 3 അസംഷൻസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ സാർ. സോ തേർഡ് assumption, fourth assumption of the one, the chip does not flow to either side. അതാണ് നമ്മുടെ 4ാമത്തെ assumption. അതായത് ചിപ്പ് ഫ്ലോ ചെയ്യുന്നത് 2 സൈഡിലോട്ടൊന്നും പോകില്ല. either side chip does not flow. Okay, along shear plane, അത്രേ ഉള്ളൂ. So the first one was tool is perfectly sharp and has no contact along the clearance space. The second one, the surface where shearing occurring is a plane. The third one, cutting edge is a straight line extending perpendicular to the direction of motion. The fourth one is the chip does not flow to either side. ഇനി അടുത്തത്, uncut chip thickness is constant. എന്താണ് uncut chip thickness? Uncut chip thickness അതായത് നമ്മൾ വർക്ക് പീസ് എടുക്കുന്നു അല്ലെ, വർക്ക് പീസ് ഒരു പർട്ടിക്കുലർ ഇതുണ്ടാവില്ലേ, കട്ടിങ്, അതായത് നമ്മൾ ഇത്ര കട്ട് ചെയ്യണം എന്ന് പറയുന്നില്ലേ, അതാണ് അൺകട്ട് ചിപ്പ് തിക്നെസ്. കട്ട് ചെയ്ത് പോയിട്ട് വരുന്ന ചിപ്പിന്റെ തിക്നെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിഫോർ കട്ടിങ് ആൻഡ് ആഫ്റ്റർ കട്ടിങ്. 2 ടൈപ്പ് ഓഫ് തിക്നെസ് ആണത് അല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കല്ലേ? എക്കോ ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ, so the width of tool is greater than that of the workpiece. അടുത്താണ്, അതായത് ചിപ്പ് വേറെ either side of the chip will not flow. Uncut chip thickness is a constant. Width of the tool is greater than that of the workpiece. അതായത് ടൂളിന്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് പീസിന്റെ വിഡ്ത്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. എ കണ്ടിന്യൂസ് ചിപ്പ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് BUE. എന്തായിരുന്നു BUE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിൽറ്റ് അപ്പ് എഡ്ജ്. ഓക്കെ, BUE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽറ്റ് അപ്പ് എഡ്ജ് ഫോർമേഷൻ ആണ്. നമ്മൾ
അസംഷൻ ചെയ്യുന്നതാണ്. നമ്മൾ മെറ്റൽ കട്ടിങ്, ഓർത്തോഗണൽ മെറ്റൽ കട്ടിങ്ങിന്റെ അനാലിസിസിൽ ഒരു അസംഷൻ ആണ് കണ്ടിന്യൂസ് ചിപ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക വിത്തൗട്ട് BUE. Okay, without the formation of BUE, continuous chip produce ചെയ്യും without formation of a BUE. Okay, ഇതാണ് അടുത്ത assumption. Work moves with uniform velocity. Work move ചെയ്യുന്നത് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ്. And the last assumption is that the stress on the shear plane is uniformly distributed. So, ഒരു ഷിയർ പ്ലെയിനിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അത് യൂണിഫോംലി ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് എസംഷൻസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഓർത്തോഗണൽ കട്ടിങ് അനലൈസ് ചെയ്യുന്ന സമയത്ത് എസംഷൻസ് ആയിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് പഠിക്കുക. The tool is perfectly sharp and has no contact along the clearance phase. ടൂൾ പെർഫെക്റ്റ്ലി ഷാർപ്പാണ്. ക്ലിയറൻസ് ഫേസിൽ അല്ലെങ്കിൽ വേറെ എവിടെയോ ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. ദ സർഫേസ് വേർ ഷിയറിംഗ് ഒക്കറിംഗ് ഈസ് എ പ്ലെയിൻ. നമ്മൾ ഷിയറിംഗ് സംഭവിക്കുന്നത് ഒരു പ്ലെയിനിലാണ്. കട്ടിംഗ് എഡ്ജ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് ദ മോഷന്. ചിപ്പ് ഡസ് നോട്ട് ഫ്ലോ ടു ദ ഐദർ സൈഡ്. അൺകട്ട് ചിപ്പ് തിക്നെസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വിഡ്ത്ത് ഓഫ് ദ ടൂൾ ആയിരിക്കും വർക്ക് പീസിനേക്കാളും കൂടുതൽ. ഒരു കണ്ടിന്യൂസ് ചിപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുക വിത്തൗട്ട് ബിൽട്ടപ്പ് എഡ്ജ് ഫോർമേഷൻ. വർക്ക് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഓൺ ഷിയർ പ്ലെയിൻ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഇനി ചിപ്പ് തിക്നെസ് റേഷ്യോ എന്താണ്? ചിപ്പ് തിക്നെസ് എന്താണ്? ചിപ്പ് തിക്നെസ് റേഷ്യോ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു മെറ്റൽ നമ്മൾ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. മെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഒരു, അതായത് നമ്മുടെ കയ്യിലുള്ളത് പാരന്റ് മെറ്റലാന്ന് വിചാരിക്കുക അല്ലെ. പാരന്റ് മെറ്റൽ നമ്മൾ കട്ട് ചെയ്യുന്നു. സോ ബിഫോർ കട്ടിങ്, ആഫ്റ്റർ കട്ടിങ്, കട്ട് ചെയ്തതിന് ശേഷമുള്ള ചിപ്പ് തിക്നെസ് ആയിരിക്കും കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, the outward flow of the metal cause the chip to be thicker after separation from the parent metal. അതായത് ചിപ്പ് നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ കട്ട് ചെയ്യും, നമ്മൾ ഒരു പർട്ടിക്കുലർ ഡെപ്ത് ഓഫ് കട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫീഡ് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്യും അല്ലെ. ആ കട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന സമയത്തുള്ള ചിപ്പിന്റെ തിക്നെസ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ആ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, so the metal prior to being cut is much longer than the chip is removed. So the chip thickness ratio is an index of the amount of plastic deformation which the metal in the chip has undergone. അതായത് ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ് ആണ്. അതായത് എത്ര എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ഇൻഡെക്സ്, അതായത് ഒരു ഇൻഡെക്സ് ആണ് ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ചിപ്പ് തിക്നെസ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് അൺകട്ട് ചിപ്പ് തിക്നെസ് ടു ദ ചിപ്പ് തിക്നെസ്. നിങ്ങൾക്ക് ഈ ഫിഗർ എല്ലാവർക്കും കാണുന്നില്ലേ? അതെ, ഞാൻ ഫിഗറിൽ വർക്ക് പീസ്, ടൂള് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, ചിപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ TU എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തിക്നെസ് മാർക്ക് ചെയ്തില്ലേ, അതാണ് നമ്മളെ ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ് അല്ലെങ്കിൽ അൺകട്ട് ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത്. ആൻഡ് TC എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, കാണാൻ പറ്റുന്നില്ലേ? അതാണ് എന്ത്? ചിപ്പ് തിക്നെസ് ആഫ്റ്റർ കട്ടിങ് അല്ലെങ്കിൽ വെറും ചിപ്പ് തിക്നെസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? സോ ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ TU/TC എന്ന് പറഞ്ഞ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓൾ ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കാര്യം? ഓക്കെ, അതായത് ഈ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ചിപ്പ് തിക്നെസ്, അതായത് നമ്മൾ TU എന്ന് പറഞ്ഞ തിക്നെസ്സിലുള്ള ചിപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത്, കട്ട് ചെയ്യുമ്പം നമുക്ക് TU ആണെങ്കിൽ
ഡ്യൂ ടു ഹീറ്റ് ഉണ്ടാവും അല്ലെ, കുറെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ സമയത്ത് അൺകട്ട് ചിപ്പ് തിക്നെസ്സിനേക്കാളും കൂടുതലായിരിക്കും എന്ത് ചിപ്പ് തിക്നെസ്, അതായത് ടി യുവിനേക്കാളും കൂടുതലായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി സി. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് പർട്ടിക്കുലർ ഇൻഡെക്സ് ടി യു ബൈ ടി സി എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണ് ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് പറയുന്നത്. യു ക്യാൻ സി ആൽഫ എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തതാണ് റേറ്റ് ആംഗിൾ അല്ലെ, ഫൈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തതാണ് എന്ത് ഷിയർ ആംഗിൾ. ഷിയർ പ്ലെയിന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നില്ലേ എല്ലാവർക്കും? യെസ്, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദ ചിപ്പ് തിക്നെസ് റേഷ്യോ ഇസ് ആൻ ഇൻഡെക്സ് ഓഫ് ദ എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വിച്ച് ദ മെറ്റൽ ആൻഡ് ചിപ്പ് ഹാസ് അണ്ടർഗോൺ അല്ലേ? അത് ഓക്കെ അല്ലേ? സോ ദ ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ആർ എന്നുള്ള രീതിയിലാണ്. സോ ആർ ഇസ് ഈക്വൽ ടു ടി യു ബൈ ടി സി. ഇനി ഒരു കാര്യം കൂടി ഇപ്പോഴേ പറയാം. ടെക്സ്റ്റ് റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിയിലായിട്ട് ഇൻഡെക്സിങ് കാണാം. ലൈക്ക് ഒന്നിക്കൽ ഇത് T1 ബൈ T2 എന്നായിരിക്കും, അല്ലെങ്കിൽ T ബൈ ടി സി എന്നായിരിക്കും, അല്ലെങ്കിൽ എന്തു ആവാം TO ബൈ TC എന്നായിരിക്കും. സോ അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതി, അത് മാത്രം. നിങ്ങളൊരു ഫിഗർ റെപ്രസെന്റ് ചെയ്തിട്ട് അൺകട്ട് ചിപ്പ് തിക്നെസ്സിന് ഒരു ഇത് കൊടുത്തു, ടി എന്ന് പറഞ്ഞ് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചിപ്പ് തിക്നെസ്സിന് ടി സി എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ T ബൈ ടി സി അത്രേ ഉള്ളൂ. ഓക്കെ, അത് T1 ബൈ T2 ആയിക്കോട്ടെ, T ബൈ ടി സി ആയിക്കോട്ടെ, അങ്ങനെ പഠിക്കാൻ നിൽക്കരുത്. പഠിക്കുമ്പം ചിപ്പ് തിക്നെസ് റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ അൺകട്ട് ചിപ്പ് തിക്നെസ് ടു ദ ചിപ്പ് തിക്നെസ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിംഗ് ഡിവൈഡ് ബൈ ചിപ്പ് തിക്നെസ് ആഫ്റ്റർ കട്ടിംഗ്, അതിന്റെ റേഷ്യോ ആണ് ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ചിപ്പ് തിക്നെസ് റേഷ്യോ ഓർ കട്ടിംഗ് റേഷ്യോ ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ആലോചിച്ചാൽ മതി, ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, and if this ratio R is large, the cutting action is good. Okay, R large ആണെന്നനുസരിച്ച് കട്ടിംഗ് ആക്ഷൻ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. വേറെ ഒരു ഇൻഡെക്സിങ്ങും കൂടിയുണ്ട്, K എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് ചിപ്പ് റിഡക്ഷൻ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് 1 ബൈ R. ഓക്കെ, ഇനി നമ്മൾ ഒരു വോളിയമെട്രിക് ചേഞ്ചും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഒരു മെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത്. സോ ദ മെറ്റൽ, വെൻ മെറ്റൽ ഇസ് കട്ട്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് മെറ്റൽ കട്ട്. അതായത് ബിഫോർ കട്ടിങ്ങിന്റെ ആഫ്റ്റർ കട്ടിങ്ങിന്റെയും വോളിയം സെയിം ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ടി യു ബി യു എൽ യു. അതായത് തിക്നെസ്, വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു തിക്നെസ്, വിഡ്ത്ത് ആൻഡ് ലെങ്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കട്ടിങ് അല്ലെ? ഒരു സൈഡിൽ ബിഫോർ കട്ടിങ്, ഒരു സൈഡിൽ ആഫ്റ്റർ കട്ടിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ടി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ്, ബി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത്, ആൻഡ് എൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ബിഫോർ കട്ടിങ്. ആഫ്റ്റർ കട്ടിങ് ആണ് ടി സി, ബി സി, എൽ സി. ഇനി നമ്മൾ വിഡ്ത്ത് ഓഫ് ചിപ്പിനെ അസ്യൂം ചെയ്യും. ഓക്കെ, വിഡ്ത്ത് ഓഫ് ചിപ്പ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ് ആൻഡ് ദർ ഇസ് നോ സൈഡ് ഫ്ലോ ഓഫ് ദ മെറ്റൽ അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതൊരു അസംഷൻ ആയിരുന്നു. വേറെ ഒരു ഫ്ലോ ഇല്ല അല്ലെ? ചിപ്പ് ഡസ് നോട്ട് ഫ്ലോ ഐദർ സൈഡ് ഫ്ലോ ഇല്ല. സോ വിഡ്ത്ത് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. അതായത് ബിഫോർ കട്ടായാലും ശരി, ആഫ്റ്റർ കട്ടായാലും ശരി, ബി എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. സോ വി ഗെറ്റ് ടി യു ബൈ ടി സി ഇസ് ഈക്വൽ ടു എൽ സി ബൈ എൽ യു ഇസ് ഈക്വൽ ടു ആർ. അതായത് തിക്നെസിന്റെ കേസിൽ നമ്മൾ പറയുമ്പം ബിഫോർ കട്ടിംഗ് ബൈ ആഫ്റ്റർ കട്ടിംഗ് ആണെങ്കിൽ, ലെങ്ത് ഓഫ് ദ ചിപ്പിന്റെ കേസ് പറയുന്നതാണെങ്കിൽ ആഫ്റ്റർ കട്ടിംഗ് ബൈ ബിഫോർ കട്ടിംഗ് ആണ്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഈ റിലേഷൻ നിങ്ങൾക്ക് ഓർമ്മ വേണം. ദിസ് ഇസ് എ ബേസ്. ഓക്കെ, നമ്മൾ അനാലിസിസ് ഓഫ് ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ ബേസ് ആയിട്ട് പഠിക്കുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിക്കുന്നതാണ് ചിപ്പ് തിക്നെസ് റേഷ്യോ. നിങ്ങൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്ന് പറയുമ്പോൾ ചിപ്പ് തിക്നെസ് റേഷ്യോ ആയിരിക്കും. നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നു എന്ന് വിചാരിക്കാം ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ, അതിനെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് ചിപ്പ് തിക്നെസ് റേഷ്യോ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചിപ്പ് തിക്നെസ് റേഷ്യോ ബിഫോർ കട്ടിങ്ങും ആഫ്റ്റർ കട്ടിങ്ങും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിപ്പ് തിക്നെസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? ടി ബൈ ടി സി, ഞാൻ ടി ബൈ ടി സി എന്ന് പറയാം. ടി ബൈ ടി സി ആണെങ്കിൽ നമുക്ക് ടിയും ടി സിയും തന്നില്ലെങ്കിൽ ടി ബൈ ടി സി ചെയ്തിട്ട് നമുക്ക് ചിപ്പ് തിക്നെസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? ഇനി ഇത്
ഡയറക്ട്ലി ചിലപ്പോൾ ചിപ്പ് തിക്നെസ് റേഷ്യോ തന്നിട്ടും ഉണ്ടാവും. റേഷ്യോ തന്നെ ഇത്രയാണെന്ന് പറഞ്ഞ് തരും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ തുടങ്ങുന്നത് ചിപ്പ് തിക്നെസ് റേഷ്യോയിലാണ്. ഓക്കെ, അതാണ് ചിപ്പ് തിക്നെസ് റേഷ്യോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. സാധാരണ നമ്മൾ ഫീഡ് കൊടുക്കുന്നില്ലേ, ഇനിയിപ്പം കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഈ നമ്മൾ TU എന്ന് പറയുന്ന സാധനം, അതായത് ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ് അല്ലെ, ബിഫോർ കട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർലി തന്നിട്ടില്ല എന്ന് വിചാരിക്കും. ഞാൻ ഇപ്പൊ പറയുന്നതിന്റെ കാര്യം മറന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ. പക്ഷെ നമുക്ക് ഫീഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫീഡാണ് നമ്മുടെ ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ്. ഓക്കെ, അതായത് ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ എത്രയാണോ ഫീഡ് കൊടുക്കുന്നത് അതാണ് നമുക്ക് TU ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അത് ഈ ഫിഗറിന് വളരെ വാലിഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ചിപ്പ് തിക്നെസ് റേഷ്യോനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ ചിപ്പ് തിക്നെസ് റേഷ്യോ വെച്ചിട്ട് നമ്മളൊരു ഷിയർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ലെറ്റ് us see what is a shear angle and എങ്ങനെയാണ് നമ്മൾ ഷിയർ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഷിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ഷിയർ പ്ലെയിൻ വിത്ത് ദ വെലോസിറ്റി ഓഫ് കട്ടിങ് അല്ലെ. ഷിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഷിയർ പ്ലെയിനും വിത്ത് ദ വെലോസിറ്റി ഓഫ് കട്ടിങ്ങും തമ്മിലുള്ള ആംഗിൾ ആണ് ഷിയർ ആംഗിൾ എന്ന് പറയുന്നത്. സോ യൂസ് ഓഫ് പ്രോപ്പർ കട്ടിംഗ് ഫ്ലൂയിഡ് ക്യാൻ ഇൻക്രീസ് ദിസ് ഷിയർ ആംഗിൾ. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഫോർ എ ഗിവൺ ഡെപ്ത് ഓഫ് കട്ട് ആൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ വർക്ക് മെറ്റീരിയൽ. ഒരു വർക്ക് മെറ്റീരിയലിന് പർട്ടിക്കുലർ ഷിയർ സ്ട്രെങ്ത്തും ഒരു ഡെപ്ത് ഓഫ് കട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ റിഡക്ഷൻ ഇൻ ഷിയർ പ്ലെയിൻ ഏരിയ റെഡ്യൂസസ് the force required to produce sufficient shearing strength to cut the work. അതായത് ഒരു പർട്ടിക്കുലർ ഡെപ്ത് ഓഫ് കട്ടിന് ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഷിയർ പ്ലെയിനിൽ റിഡക്ഷൻ വരുമ്പോൾ, അതായത് ഷിയർ പ്ലെയിൻ ഏരിയയിൽ റിഡക്ഷൻ വരുന്ന സമയത്ത് ദ ടോട്ടൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ എ ഷിയർ സ്ട്രെസ് അതും കുറയുന്നതായിരിക്കും. സോ ഷിയർ പ്ലെയിൻ ഏരിയയിൽ റിഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദാറ്റ് സഫിഷ്യന്റ് ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഓൾസോ റെഡ്യൂസ്. അതായത് കട്ട് ചെയ്യുന്ന ഫോഴ്സും നമുക്ക് കുറച്ച് മാത്രം കൊടുത്താൽ മതിയാവും. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, ഞാൻ നേരത്തെ വരച്ച ഈ ഫിഗർ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഈ ഫിഗർ കംപ്ലീറ്റ്ലി ഓക്കെ അല്ലേ? ഈ ഫിഗർ വെച്ചിട്ട് ഈ ഫിഗറിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? പർട്ടിക്കുലർ ആയിട്ട് ഒരു ട്രയാങ്കിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോട്ട് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ABD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നില്ലേ? ഇത് ഷിയർ ആംഗിള് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഡോട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ആംഗിള് കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ആംഗിൾ അല്ല, ട്രയാങ്കിൾസ് ABC ആൻഡ് ABD. ഇനി ഈ പർട്ടിക്കുലർ ഏരിയ, അതായത് ABC ABD എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഏരിയ, അതായത് ഷിയറിംഗ് നടക്കുന്ന ആ പർട്ടിക്കുലർ ഏരിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻലാർജ് ചെയ്ത് വരച്ച ഒരു ഫിഗറാണ് കാണിക്കാൻ പോകുന്നത്. എൻലാർജ് ചെയ്ത് വരച്ചതാ ഇത്. മനസ്സിലാവുന്നില്ലേ? ABC ആൻഡ് ABD ടൂൾ ഉണ്ട്, ഷിയർ പ്ലെയിൻ ആണ്, ഷിയർ ആംഗിളിൽ ഷിയർ പ്ലെയിൻ ഉണ്ട്. AB എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഷിയർ പ്ലെയിൻ ആണ്, ഷിയർ ആംഗിള് ഫൈ ആണ്. BC എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? അൺകട്ട് ചിപ്പ് തിക്നെസ്. ഇസ് ഇറ്റ് ഓക്കെ? ആ ഒരു പർട്ടിക്കുലർ പോർഷൻ എൻലാർജ് ചെയ്ത് വരച്ചു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ. ഇനി നമുക്ക് ഈ ഷിയർ ആംഗിളിന്
ഒരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ ഉണ്ട്, അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഒന്ന് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ഒന്ന് എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും. എല്ലാവരും ശ്രദ്ധിക്കുക, എ ബി സി ആൻഡ് എ ബി ഡി. ഓക്കെ, സോ ലെറ്റ് us think the first triangle as ABC. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇത് ഷിയർ ആംഗിളിന്റെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആവശ്യത്തിനായി നമ്മൾ വരയ്ക്കുന്ന ഒരു ജസ്റ്റ് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ ആക്കുന്നു. രണ്ട് സൈഡും എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആക്കുന്നു, എ ബി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആക്കുന്നു. സോ കൺസിഡർ എ ബി സി ഫസ്റ്റ്. ഈ സൈൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? സൈൻ ഫൈ അല്ലെ? സൈൻ ഇത് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് സൈൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ബൈ എ ബി ആണ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അല്ലെ? മനസ്സിലാവുന്നില്ലേ? സൈൻ സാധാരണ സൈൻ എടുക്കും, ബി സി ബൈ എ ബി. അതിൽ നിന്ന് എ ബി എന്ന് പറയുന്ന സാധനം നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, ബി സി ബൈ സൈൻ ഫൈ. ബി സി എന്ന് പറയുന്ന സാധനം എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം, ടി യു ആണ് അല്ലെ? ടി യു അല്ലെങ്കിൽ ടി, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ, ടി ആണോ ടി യു ആണോ അല്ലെ ടി വൺ ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്. ബി സി അതായത് ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ്, ബി സി അൺകട്ട് ചിപ്പ് തിക്നെസ്. ബി സി അൺകട്ട് ചിപ്പ് തിക്നെസ് ആണെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ ബി സിക്ക് ടി യു കൊടുത്തു. സോ വി ഗെറ്റ് എ ഇക്വേഷൻ ആൻഡ് വി മാർക്ക് ഇറ്റ് ആസ് 1. AB is equal to TU by sin phi. ഇതുപോലെ സെയിം വേ ഫ്രം ട്രയാങ്കിൾ എ ബി ഡിയിലെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി ഡി ബൈ എ ബി എന്ന് പറയുന്ന സാധനം ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് 5 പ്ലസ് ആൽഫ. അത് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? 90 മൈനസ് 5 പ്ലസ് ആൽഫ. എല്ലാവരും ആ ഫിഗർ ഒന്ന് നോക്കി. 90 മൈനസ് 5 പ്ലസ് ആൽഫ. നമ്മൾ എന്താണ് എടുക്കുന്നത്? ബി ഡി ബൈ എ ബി, അതായത് സൈൻ ആണ് എടുക്കുന്നത്. സൈൻ ഓഫ് എൻ ആംഗിൾ. ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എ എന്ന് പറയും. എ ബി ഡിയിലുള്ള ആംഗിൾ എ. ശ്രദ്ധിച്ചേ, എ ബി ഡിയിലെ ആംഗിൾ എ. മനസ്സിലാവുന്നുണ്ടോ? എ ബി ഡിയിലെ ആംഗിൾ അല്ലെ? 90 മൈനസ് 5 ആണ് നമുക്ക് എഴുതാൻ പറ്റും, ആ ചെറിയൊരു ആംഗിൾ അല്ലെ? അപ്പുറത്തെ ആംഗിൾ ആൽഫയോ ആണ്. സോ ഇറ്റ് ഇസ് ആ ഒരു ഹോൾ ആംഗിൾ, ആംഗിൾ എ എന്ന് പറഞ്ഞ ഹോൾ ആംഗിൾ എന്താ വരിക? 90 മൈനസ് 5 പ്ലസ് ആൽഫയോ ആണ് അല്ലെ? 90 മൈനസ് 5 ആണ് ചെറിയൊരു പോർഷൻ, എ ബി ഡിന്റെ ഉള്ളിലെ ചെറിയൊരു പോർഷൻ. ഈ സൈഡിൽ ആൽഫയോ ഉണ്ട്. സോ 90 മൈനസ് 5 പ്ലസ് ആൽഫ, അതാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ചെറിയ ആ ആംഗിൾ, ട്രയാംഗിൾ എ ബി ഡിയിലെ ആ ആംഗിൾ എ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, സോ എ ബി ഡി എന്ന് പറയുന്ന ചെറിയ ട്രയാംഗിളിലെ ബി ഡി ബൈ എ ബി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സൈൻ 90 മൈനസ് 5 പ്ലസ് ആൽഫയാണ്. സൈൻ 90 മൈനസ് സംതിങ് ഇസ് ഈക്വൽ ടു കോസ് അല്ലെ? സൈൻ 90 മൈനസ് 5 പ്ലസ് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? കോസ് 5 മൈനസ് ആൽഫ ആയിട്ട് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് മാത്സ് അല്ലെ? ട്രിഗ്നോമെട്രിയിൽ പഠിച്ചതാണ്. സോ ഈ ബി ഡി എന്ന് പറയുന്നത് ടി സി ആണ് അല്ലെ? ബി ഡി എന്ന് പറയുന്നത് ടി സി ആണ്. ബി ഡി അതായത് ചിപ്പ് തിക്നെസ് ആഫ്റ്റർ കട്ടിങ്. ബി സി എന്ന് പറയുന്നത് ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ് ആൻഡ് ബി ഡി ആഫ്റ്റർ കട്ടിങ് അല്ലെ? ആ ഒരു ഫിഗർ നമ്മൾ എൻലാർജ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ആ ഒരു പർട്ടിക്കുലർ പോർഷന് നമുക്ക് ബി സിയും ബി ഡിയും ബിഫോർ കട്ടിങ് ആഫ്റ്റർ കട്ടിങ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വീണ്ടും നമുക്ക് അതേപോലെ തന്നെ എ ബി എ ഇസ് ഈക്വൽ ടു ടി സി ബൈ കോസ് 5 മൈനസ് ആൽഫ എന്നുള്ള ഇക്വേഷൻ കിട്ടും. രണ്ടും എ ബി ആണ്. നമുക്ക് ഫ്രം 1 and 2 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. സോ ടി യു, ഇത് മനസ്സിലായില്ലേ? രണ്ടും എ ബി ആണ്. സോ എ ബി ഇസ് ഈക്വൽ ടു സംതിങ്, എ ബി ഇസ് ഈക്വൽ ടു സംതിങ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ടി യു ബൈ സൈൻ 5 ഇസ് ഈക്വൽ ടു ടി സി ബൈ കോസ് 5 മൈനസ് ആൽഫ. ഇത്രം വരെ മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു പോർഷൻ ഉണ്ടോ? ഇല്ല. എല്ലാം ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ? ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ടി യു ബൈ സൈൻ 5
ഇസ് ഈക്വൽ ടു ടി സി ബൈ കോസ് ഫൈവ് മൈനസ് ആൽഫ എന്നുണ്ട്. നമ്മൾ ടി യു ബൈ ടി സി എന്നാക്കുന്നു. സോ ദാറ്റ് ഇറ്റ് ഈസ് എ ചിപ്പ് തിക്നെസ് റേഷ്യോ ആർ. അതങ്ങനെ ആർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് മൈനസ് ആൽഫ. കോസ് എ മൈനസ് കോസ് ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. കോസ് എ മൈനസ് കോസ് ബി, കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. സൈൻ എ സൈൻ ബി. അതാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താഴെ ഡിനോമിനേറ്ററിൽ കോസ് എക്സ്പാൻഡ് ചെയ്തു. കോസ് എ മൈനസ് ബി എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആർ ഇൻറ്റു കോസ് ഫൈവ് കോസ് ആൽഫ പ്ലസ് ആർ ഇൻറ്റു സൈൻ ഫൈവ് സൈൻ ആൽഫ എന്ന് പറയുന്നു. എന്നിട്ട് ഡിവൈഡഡ് ബൈ സൈൻ ഫൈവ് സെപ്പറേറ്റ് ആയിട്ട് പ്ലസ് ചെയ്ത് ആഡ് ചെയ്യുന്നു. ആ ഒരു സ്റ്റെപ്പ് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ആറിലോട്ട് കോസ് ഫൈവ് കോമൺ ആയിട്ട് ആറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സൈനുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് വി വിൽ ഗെറ്റ് റൈറ്റ് സൈഡ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ഇനി ആർ സൈൻ ഫൈവ് ബൈ ആർ സൈൻ ഫൈവ് സൈൻ ആൽഫ ബൈ സൈൻ ഫൈവ് എന്ന് ആർ ഫൈവ് സൈൻ ഫൈവ് സൈൻ ഫൈവ് കട്ട് ചെയ്ത് പോകും അല്ലേ. ആൻഡ് ഇപ്പുറം സൈൻ ഫൈവ് കോസ് ഫൈവ് മേലെയുണ്ട്, സൈൻ ഫൈവ് താഴെയുണ്ട്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടാൻ ഫൈവ്. ടാൻ ഫൈവ് സൈൻ കോസ് താഴെ വരും, ടാൻ ഫൈവ് ആയിട്ട് എഴുതാം. ഓക്കെ, കോട്ടാണെങ്കിൽ കോട്ട്, താഴെ എഴുതുമ്പോഴത്തേക്ക് അത് ടാൻ ആവും. ഓക്കെ, ആർ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ ഫൈവ് ഈസ് ഈക്വൽ ടു ആർ സൈൻ ആൽഫ എന്ന് വരും. ഓക്കെ അല്ലേ? ഈക്വൽ ടു 1. ആർ കോസ് ആൽഫ ബൈ ടാൻ ഫൈവ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആർ സൈൻ ആൽഫ എന്ന് വരും. നമ്മൾ ആർ സൈൻ ആൽഫ റൈറ്റ് സൈഡിലോട്ട് എടുത്തു. സോ ഇറ്റ് ബിക്കം മൈനസ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടാൻ ഫൈവ് ഈസ് ഈക്വൽ ടു ആർ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സൈൻ ആൽഫ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ ആയിരുന്നു പഠിച്ചത്. ആർ എന്ന് പറയുന്നത് എന്താണ്? ചിപ്പ് തിക്നെസ് റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ടി ബൈ ടി സി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അൺകട്ട് ചിപ്പ് തിക്നെസ് ഡിവൈഡഡ് ബൈ ചിപ്പ് തിക്നെസ് അല്ലേ. ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിംഗ് ഡിവൈഡഡ് ബൈ ചിപ്പ് തിക്നെസ് ആഫ്റ്റർ കട്ടിംഗ്. അപ്പം നമുക്ക് 6 തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് 6 കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. റേറ്റ് ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. റേറ്റ് ആംഗിൾ ഈസ് ആൽഫ അല്ലേ. കോസ് ആൽഫ ബൈ 1 മൈനസ് ആർ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫയാണ് റേറ്റ് ആംഗിൾ. സോ വി ക്യാൻ ഫൈൻഡ് ഷിയർ ആംഗിൾ ടാൻ ഫൈവ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്ര വരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ചിപ്പ് തിക്നെസ് റേഷ്യോവും ഷിയർ ആംഗിളുമാണ് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ അനാലിസിസിലോട്ട് പോകുമ്പം ഇത്രയും അസംഷൻസ് ഉണ്ട്. ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ അനാലിസിസിൽ ഇത്രയും അസംഷൻസ് ഉണ്ട് എന്ന്. അതായത് ആ അസംഷൻസ് എഴുതാൻ പറ്റണം നിങ്ങൾക്ക് അതേപോലെ. അത് 100% അറിഞ്ഞിരിക്കണം. അത് നിങ്ങളോട് ഡയറക്റ്റ്ലി ചോദിക്കും. എക്സാംസിന് ചിലപ്പോൾ ചോദിക്കും, വാട്ട് ആർ ദ അസംഷൻസ് മെയ്ഡ് ഫോർ അനാലിസിസ് ഓഫ് ഓർത്തോഗണൽ കട്ടിങ് എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ എഴുതാൻ പറ്റില്ല, മീനിങ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവണം അതിൽ. ഇന്നേതാണ്, ഇന്നേ കാര്യങ്ങളാണ്. ഇപ്പം ടൂൾ ഷാർപ്പാണ്. ആ ഒരു 9 പോയിന്റ്സ് അല്ലേ, അത് അതേപോലെ ഉണ്ടാവണം. ഓക്കെ ഓക്കെ സാർ. ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ ഇപ്പം? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിന് ബാക്കി നോക്കാം. ഓക്കെ, അറ്റൻഡൻസ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. അദ്വൈതിൻ്റെ അജയ്, അഖിൽ, അക്ഷയ്, വിദ്യ, അക്ഷയ് കൃഷ്ണ, അർജുൻ, കിൻറ്റ്, ദിൽജിത്ത്, ഗോകുൽ, വിഷ്ണു, സിനാൻ,